അപ്പോൾ ഇന്ന് നമുക്കൊരു റോസാപ്പൂ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കളർ പേപ്പർ എടുത്തിട്ട് 6 സെൻറ്റിമീറ്റർ അളന്നെടുത്ത് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിലെ ഓരോ കോണും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് 3 തവണ മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ വെച്ചിട്ട് പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു കർവ് ഷേപ്പിൽ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് നിവർത്തി കഴിഞ്ഞാൽ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടും. ഒരു ഫ്ലവറിൽ ഒരു പെറ്റൽ, രണ്ടാമത്തെ ഫ്ലവറിൽ 2 പെറ്റൽ, മൂന്നാമത്തെ ഫ്ലവറിൽ 3 പെറ്റൽ, അങ്ങനെ വെച്ചിട്ട് ഒരു 6-7 വരെ ഉണ്ടാക്കിയെടുക്കുക. അത് ഓരോന്ന് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കണം എന്ന് മാത്രം. സംഭവം ഇതിങ്ങനെ ഉണ്ടാക്കി കാണുമ്പോൾ വലിയ ടഫാണെന്നൊക്കെ തോന്നും, പക്ഷെ ഉണ്ടാക്കാൻ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഈസിയാണ്. അതിനിടയ്ക്ക് ഞാനൊരു ഗ്രീൻ കളർ പേപ്പർ ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റെമ്മിന് വേണ്ടിയിട്ട്. അത് പറയാൻ വിട്ടുപോയതാണ്. എങ്ങനെ ഓരോന്ന് ചെയ്തെടുത്ത് ലാസ്റ്റ് നമുക്ക് ഫ്ലവറിൻ്റെ അടിയിലായിട്ടൊരു ഗ്രീൻ കളർ വേണമല്ലോ. ഫ്ലവർ ഉണ്ടാക്കിയ പോലെ തന്നെ നമ്മൾ ആ ഗ്രീൻ കളർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ റോസാപ്പൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ.